പാർവതി ദേവിയുടെയും പുത്രനായ ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണരുതെന്ന് പറയാറുണ്ട്. ചതുർത്ഥി കണ്ടതുപോലെ എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കിയാൽ മാനഹാനിയും ദുഃഖവും നേരിടുമെന്നാണ് വിശ്വാസം. ചതുർത്ഥി ദിവസം ചാന്ദ്രദർശനം പാടില്ലെന്ന വിശ്വാസത്തിന് പിന്നിൽ വ്യത്യസ്തമായ ഐതിഹ്യങ്ങളുണ്ട്. ഒരിക്കൽ ചന്ദ്രലോകത്ത് വെച്ച് ദേവഗണങ്ങൾക്കെല്ലാം സമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി. സദ്യ ഉണ്ണുന്നത് ഏറെ ഇഷ്ടമായ ഉണ്ണി ഗണേശൻ വയർ നിറയെ ഭക്ഷണം കഴിച്ചു. ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമായ മോദകം ഏറെ കഴിക്കുകയും പിന്നീട് കഴിക്കുവാൻ കുറച്ച് കയ്യിൽ കരുതുകയും ചെയ്തു. മോദകം കയ്യിൽ ഒതുങ്ങാതെ താഴെ വീണ് 4 വശവും ഉരുണ്ടുപോയി. ഇത് കണ്ടപ്പോൾ ചിരി അടക്കാനാകാതെ ചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. ഗണേശൻ തന്നെ അപമാനിച്ചതായി കണക്കാക്കി ചന്ദ്രനെ ശപിച്ചു. അത് ഒരു ചതുർത്ഥി ദിനമായിരുന്നു. ഇന്നേ ദിവസം ചന്ദ്രനെ കാണുന്നവർക്ക് വരുന്ന വർഷം സങ്കടമൊഴിയാതിരിക്കട്ടെ എന്നായിരുന്നു ശാപം. ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യവും പ്രശസ്തമാണ്. ചതുർത്ഥി നേരത്ത് ഗണപതി ആനന്ദനൃത്തം ചെയ്തപ്പോൾ ചന്ദ്രൻ പരിഹസിച്ചു. ഇതിൽ കുപിതനായ ഗണപതി ഈ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെല്ലാം ദുഃഖിക്കേണ്ടി വരുമെന്നും ചന്ദ്രനെ ശപിച്ചു. എന്നാൽ ഇതറിയാതെ ചന്ദ്രനെ നോക്കിയ വിഷ്ണു ഭഗവാൻ ശാപത്തിനിരയായി. ശാപമുക്തിക്കായി ശിവഭഗവാൻ വിഷ്ണു ഭഗവാനോട് ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. വിഷ്ണു ഭഗവാൻ ഇതനുസരിക്കുകയും ശാപമുക്തനാകുകയും ചെയ്തു. ഗണേശ പുരാണത്തിൽ പറയുന്ന കഥ ഇങ്ങനെയാണ്. രണ്ടാമത്തെ മകൻ സുബ്രഹ്മണ്യന് മഹാദേവൻ ഗണപതി കാണാതെ ഒരു പഴം കൊടുത്തു. അതിൽ പിണങ്ങിയ ഗണേശനോട് അത് പറഞ്ഞ് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചെന്നും ഇതിൽ ദേഷ്യപ്പെട്ട് ഭഗവാൻ ചന്ദ്രനെ ശപിച്ചെന്നുമാണ് ആ കഥ. ചതുർത്ഥി ദിവസം ചന്ദ്രൻ വളരെ കുറച്ചു സമയത്തു മാത്രമേ ആകാശത്ത് കാണുകയുള്ളൂ. ചിങ്ങമാസത്തിൽ അത്തവും ചതുർത്ഥിയും ഒത്തുവരുന്ന ദിവസം ചന്ദ്രനെ കണ്ടാൽ ചെയ്യാത്ത കുറ്റത്തിന്, അതായത് മനസ്സ വാച കർമ്മണ അറിയുക പോലും ചെയ്യാത്ത കാര്യത്തിന് അപവാദം കേൾക്കേണ്ടി വരുമെന്നാണ് വിശ്വാസം. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം എന്ന നിലയിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും ചടങ്ങുകളുമാണ് ഗണേശ ചതുർത്ഥിക്കുള്ളത്. കളിമണ്ണിൽ വലിയ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പൂജ നടത്തിയ ശേഷം കടലിൽ ഒഴുക്കുന്നതും വിനായക ചതുർത്ഥിയിലാണ്.